നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് പ്രതിഷേധം കനക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചെന്നും വിവരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് BJPയും അറിയിച്ചു. പാലക്കാട് നിന്ന് സനു കെ സജീവും അരുണാലത്തൂരും ചേരുകയാണ്. സനു, ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധമാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു വെളിപ്പെടുത്തലിന് ശേഷം പാലക്കാട് വലിയൊരു പ്രതിഷേധത്തിനാണ് അരങ്ങൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവനടിയുടെ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ BJP MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ആ പ്രവർത്തകരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വരെ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണങ്ങളും DCCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താനല്ല അതിന് മറുപടി പറയേണ്ടത്, തനിക്ക് മറുപടി പറയാനാവില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നൊരു തന്ത്രത്തിലേക്ക് DCC അധ്യക്ഷന് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ഇന്നും പാലക്കാട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മളോടൊപ്പം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ ചേരുകയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പാലക്കാടുമായി ബന്ധപ്പെട്ട് പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് വലിയ ഗുരുതര ആരോപണങ്ങളാണ്. പലതും അഡ്ജസ്റ്റ് ചെയ്ത് മാറുക അല്ലെങ്കിൽ KPCC അധ്യക്ഷനും ഒപ്പം തന്നെ VD സതീശൻ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ആ ആരോപണങ്ങൾ മുക്കുന്ന ഒരു തന്ത്രമാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ഇത്രയും തരംതാണ നിലയിൽ പ്രവർത്തിക്കുന്നത് കേരളം ആദ്യമായിട്ട് കാണുക. ഓരോ വനിതകളുമായിട്ട് നടന്ന ചാറ്റിങ്, അവരുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, ഇതെല്ലാം പുറത്തു വരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ആശങ്കയാണ്. കാരണം ഈ പാർട്ടി മുഴുവൻ ഇങ്ങനെയാണോ എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കേണ്ട സ്ഥിതിയില്ല. കാരണം ഇത്രയേറെ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ വന്നിട്ട് അതിനെ സംബന്ധിച്ച പരാതികൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ലഭിച്ചിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ഇയാളെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ള ഇത് വെറും കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നിരവധി സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനമാണ് കോൺഗ്രസ് അയാളെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടത്. കോൺഗ്രസിന് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടണം. അതേപോലെ തന്നെ ഈ DCC അധ്യക്ഷൻ പറയുന്ന ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ജില്ലയിലെ MLA ആണ്, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ആളാണ്, ഒരു യുവ നേതാവാണ്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഇത് സംബന്ധിച്ച അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർ അവരുടെ ഫോൺ സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചോളം അവർ കുറ്റവാളിയെ ഇത്രയും കാലം സംരക്ഷിച്ച ആളുകളാണ്. DCC പ്രസിഡന്റ് എങ്ങനെ അറിയില്ല എന്ന് പറയാം? പാലക്കാടത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ കോൺഗ്രസ് ഇത് എത്ര മുഖം മറയ്ക്കാൻ ശ്രമിച്ചാലും ഇതിൽ യഥാർത്ഥ പ്രതിയെ സംബന്ധിച്ചും ഇതിൻ്റെ ഈ MLA സംബന്ധിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചയായിട്ട് മനസ്സിലായ സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ, അതായത് പാലക്കാട് മുൻ MLA ഷാഫി പറമ്പിലും ഈ വിഷയം അറിയാം. അദ്ദേഹം ഇത് ഒളിപ്പിച്ചു വെച്ചു, മറച്ചു വെച്ചു. VD സതീശനും ഇതിൽ കൃത്യമായിട്ടുള്ള അറിവുണ്ട് എന്ന് പറയുന്നു. അത് ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ? കോൺഗ്രസിൻ്റെ KPCC മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇയാൾ ഈ MLAയെ സംബന്ധിച്ച് ഈ ഒരു പെൺകോന്തനാണെന്നും ഈ രാത്രികാലങ്ങളിൽ ഇയാളുടെ പ്രധാന വിഷയം, പ്രധാന ജോലി സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നുള്ളത് സംബന്ധിച്ചും സ്ത്രീകളെ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. MLA സ്ഥാനം രാജിവെപ്പിച്ചേ മതിയാവും. ഈ രാജിവെക്കുന്നവരെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ? ശക്തമായിട്ടുള്ള ഇത് BJPയുടെ ആവശ്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആവശ്യമാണ്. ഈ ഇത്തരത്തിലുള്ള ഒരാൾ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കാൻ യാതൊരു വിധത്തിലും ഞങ്ങൾ അനുവദിക്കില്ല. എന്തായാലും ഇത്തരം ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ടിരിക്കാൻ BJP അനുവദിക്കില്ലെന്നാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും BJPയുടെ ജില്ലയുടെ അമരക്കാരൻ പ്രശാന്ത് ശിവൻ കൂടെ ചേരുകയാണ്. നമ്മൾക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. പാലക്കാടിന് തെറ്റുപറ്റിയോ? പാലക്കാട്ടുകാർക്ക് തെറ്റുപറ്റിയോ എന്ന് ചോദിക്കുന്ന സമയത്ത്
പാലക്കാട്ടുകാരെ കപടത പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ തെറ്റിന്ന് പാലക്കാടൻ ജനത മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം വേട്ടക്കാരോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സമീപനമാണുള്ളത്. ഞങ്ങൾ ഇരകളോടൊപ്പമാണെന്ന് പറയുന്ന അതേ ആളുകൾ വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണുള്ളത്. ഇവിടെ പരാതിപ്പെടുന്ന പെൺകുട്ടികളുടെ പരാതികൾ പോലും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കൂടുതൽ കാലം നിങ്ങൾക്കൊരു കള്ളനെ, ഒരു പെണ്ണുപിടിയനെ ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കില്ല എന്നുള്ളത് ജനം തിരിച്ചാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലേക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകർക്കും ഇത്രത്തോളം അധിക്ഷേപങ്ങൾ കേട്ടിട്ടില്ല. ഇത് വിരലുകളിൽ എണ്ണിയാൽ തീരില്ല, അത്രത്തോളം ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരു നിയമ നടപടിയും കൈക്കൊള്ളുവാൻ പാലക്കാടിന്റെ MLA തയ്യാറായിട്ടില്ല. അങ്ങനെ ഇത്തരത്തിൽ കള്ള ആരോപണങ്ങളാണെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിനെതിരെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി. ഇന്ന് എന്തേ അതിനെതിരെ നിയമ നടപടി കൈക്കൊണ്ടിട്ടില്ല? അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വസ്തുതാപരം തന്നെയാണ്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി MLA രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടാവും. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവൻ കണ്ടിന്യൂസ് സന്ദേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു പെണ്ണുപിടിയനെ പുറത്താക്കണം, ഇത്തരത്തിലൊരു പെണ്ണുപിടിയനെതിരെ നടപടികൾ സ്വീകരിക്കണം, മാറി നിൽക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് പെണ്ണുപിടിയന്മാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇതിനെതിരെ MLA രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി BJP ഉണ്ടാവും. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്നും അത് തന്നെ ഉണ്ടാകുമോ? എന്താണ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? അല്ല, ഇത് തീർച്ചയായും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. തൊട്ടുമുന്നേ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി വിശദമാക്കി കഴിഞ്ഞു. MLA രാജിവെക്കുന്നത് വരെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയല്ല ആവശ്യം. പൊതുജനങ്ങൾക്ക് മുൻപിൽ ഇത് സംഘടനയുടെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നമല്ല, കേരള സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. പെണ്ണുങ്ങൾക്കും സഹോദരിമാർക്ക് അന്തി ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ സ്ത്രീകൾക്ക് അന്തി ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇദ്ദേഹത്തിനെ പേടിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഇത് കേരളത്തിൻ്റെ മുഴുവൻ സ്ത്രീകളെയും ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ പെണ്ണുപിടിയൻ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും.